ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ലീഡർഷിപ്പിനെ കുറിച്ചാണ്. നേതൃത്വത്തെക്കുറിച്ച്. ലീഡർഷിപ്പ് എന്താണ്, ലീഡർഷിപ്പിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ്, ഒരു നല്ല ലീഡറിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ്, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. മനുഷ്യരുടെ കാര്യത്തിൽ അവന് വിചാരശേഷി അല്ലെങ്കിൽ ഇൻ്റലിജൻസും മനക്കരുത്ത്, വിൽ പവറുമുണ്ട്. മൃഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ അവർക്കത് കുറവാണ്, ഇല്ലെന്ന് തന്നെ പറയാം. അതേസമയം മനുഷ്യൻ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ മൃഗങ്ങളെക്കാൾ ഉപരി നന്നായി മറ്റുള്ളവരെ നയിക്കാനായിട്ട് മനുഷ്യന് സാധിക്കും. സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് സമഗ്രമായി സംഭാവന ചെയ്യാനും ഒരു നല്ല നേതാവിന് സാധിക്കും. നല്ല നേതാക്കൾ എന്നും സമൂഹത്തിന് ആവശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ നേതൃത്വം എന്നത് മനുഷ്യ ജീവിതത്തിലെ അനിഷേധ്യ യാഥാർത്ഥ്യമാണ്. നമ്മൾ പലതരത്തിലുള്ള നേതാക്കന്മാരെ കാണുന്നുണ്ട്. ഒരു ഉദാഹരണം പറയാം, ഗാന്ധിജിയെയും ഹിറ്റ്ലറിനെയും എടുക്കാം. രണ്ടും നേതാക്കന്മാരാണ്. എന്നാൽ ഗാന്ധിജി ജനപ്രിയമായിട്ടുള്ള ഒരു നേതാവാണ്, ഹിറ്റ്ലറിനെ പലരും വെറുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു നേതാവ് എങ്ങനെയായിരിക്കണം എന്ന് ഈ ഒരൊറ്റ ഉദാഹരണത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകും. ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം, ജനങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം ഒരു നല്ല നേതാവ്. ഇനിയൊരു നേതാവിന് വേണ്ട കുറച്ച് കാര്യങ്ങളാണ്. മറ്റുള്ളവരെ തന്നെക്കാൾ പ്രാപ്തി കുറഞ്ഞവരായി കണ്ട് താൻ കൽപ്പിക്കുന്നവ അനുസരിച്ച് സമൂഹത്തെ നയിക്കുക. അങ്ങനെ ഒരു നേതൃത്വ ശൈലി നമ്മുടെ ഇടയിലുണ്ട്. അതായത് എന്നെക്കാളും താഴ്ന്നവരാണ് ബാക്കി എല്ലാവരും, അതുകൊണ്ടാണ് എന്നെ അവരെ ഭരിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് ഒരു നല്ല നേതാവിൻ്റെ ലക്ഷണമല്ല. നല്ല നേതാവ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒപ്പം സഞ്ചരിക്കുന്നവനാണ്. അതായത് അവർ ജനങ്ങൾക്ക് മേലെയല്ല, അവർ ജനങ്ങളുടെ ഒപ്പമായിരിക്കും. പിന്നെ പല വിധത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ പ്രയോഗിച്ച് മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചുപറ്റി കാര്യങ്ങൾ നേടുന്ന നേതൃത്വ ശൈലിയും അത്ര നല്ലതല്ല. അതായത് സമ്മർദ്ദം ചെയ്ത്, അതായത് ഒരു നല്ല നേതാവിന് തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണ്. ഒരിക്കലും ആ നേതാവ് സമ്മർദ്ദപ്പെടുത്തി എന്നെ നിങ്ങളുടെ നേതാവാക്കി എടുക്കണമെന്ന് പറയുന്നതിൽ ഒരു യുക്തിയില്ല. അടിയന്തര സാഹചര്യങ്ങളിൽ ഫലപ്രദമായ തീരുമാനങ്ങൾ പൊടുന്നനെ കൈക്കൊണ്ട് സ്വയം സാഹചര്യങ്ങൾ നിയന്ത്രണവിധമാക്കുന്ന നേതൃത്വ പാഠവും കാണിക്കുന്നത് വേണ്ട ഒരു കാര്യമാണ്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യം ചെയ്ത് പ്രശ്നത്തിനെ ആണെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളത് ഒരു നല്ല നേതാവിന് വേണ്ട ഒരു ക്വാളിറ്റിയാണ്. കാര്യകാരണ സഹിതം വസ്തുതകളെ സംബന്ധിച്ച് അണികളെ ബോധ്യപ്പെടുത്തി അവരുടെ സഹകരണം ഉറപ്പാക്കി നയിക്കേണ്ടത് ഒരു നല്ല നേതാവിന് വേണ്ട ക്വാളിറ്റിയാണ്. അതായത് തനിക്ക് കിട്ടിയിരിക്കുന്ന ജനങ്ങളെ കൃത്യമായ കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ച് നയിക്കേണ്ടതും ഒരു നല്ല നേതാവിൻ്റെ കടമയാണ്. എന്താണ് യഥാർത്ഥ നേതൃത്വം എന്നതിന് ഒരു നിർവചനം നോക്കാം. ഒരു ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു സമൂഹത്തെ അതിലെ വ്യക്തികളുടെ ക്രിയാത്മക ശേഷികൾ സമാഹരിച്ച് അവരുടെ തന്നെ സഹകരണത്തോടും ഒത്താശയോടും കൂടെ ഒരാളെ വിവിധ വ്യക്തികൾ ഒന്നിച്ചോ നിയതവും നന്മ നിറഞ്ഞതുമായ ഒരു ലക്ഷ്യത്തിലേക്ക് നിശ്ചിതവും ക്രിയാത്മകവുമായ മാർഗത്തിലൂടെ നയിക്കുന്ന പ്രക്രിയയാണ് യഥാർത്ഥത്തിലുള്ള നേതൃത്വം. ഇനി നേതൃത്വത്തിലെ ഘടകങ്ങൾ, അതായത് ഫാക്ടേഴ്സ് ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ലീഡർഷിപ്പിൽ സത്യസന്ധത ഉണ്ടായിരിക്കണം, ധർമ്മം ഉണ്ടായിരിക്കണം, നീതി ഉണ്ടായിരിക്കണം. ഇത് മൂന്നും ഒരു നേതൃത്വത്തിൽ കാണാൻ പറ്റുന്നില്ലെങ്കിൽ അത് യഥാർത്ഥ നേതൃത്വം അല്ല. കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം, ലക്ഷ്യം നന്മയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കണം. ഒരിക്കലും തിന്മയ്ക്കായി ഒരു നേതൃത്വം വിനിയോഗിക്കപ്പെടരുത്. അണികളുടെ ക്രിയാത്മക ശേഷികൾ സമാഹരിക്കാൻ പ്രാപ്തി ഉണ്ടാകണം. അതായത് തൻ്റെ ജനത്തിൻ്റെ ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ഒരു നേതാവിന് കളക്ട് ചെയ്ത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കണം. ജനങ്ങളുടെ ഒരു സഹകരണം ഉറപ്പാക്കണം. അണികളുമായി ലക്ഷ്യവും മാർഗവും സംബന്ധിച്ച് ചർച്ച ചെയ്തൊരു പൊതുധാരണയിലെത്തണം. ആ ധാരണ നന്മയ്ക്ക് വേണ്ടിയുള്ളതാവണം. അവലംബിക്കുന്ന മാർഗം നന്മ നിറഞ്ഞതോ ക്രിയാത്മകമോ ആയിരിക്കണം. നേരത്തെ പറഞ്ഞു. തങ്ങൾക്ക് ശേഷവും നേതാക്കൾ ഉണ്ടാകാൻ അവസരങ്ങൾ ഒരുക്കണം. അതൊരു നേതാവിന് വേണ്ട ക്വാളിറ്റിയാണ്. അതായത് ഒരു നേതാവ് വന്നു, അയാൾക്ക് ശേഷം ഇനി നേതാക്കൾ പാടില്ല, ഞാനാണ് വലുത് എന്ന ഒരു ധാരണയിലിരിക്കുന്നത് നല്ല നേതൃത്വത്തിൻ്റെ ലക്ഷണങ്ങളല്ല. ഇനി നല്ല ഒരു നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ നേതാവിൻ്റെ ഗുണവിശേഷങ്ങൾ എന്തായിരിക്കണം? അതൊരു ഗുഡ് ലീഡർ എങ്ങനെ ആയിരിക്കണം? ഓക്കെ, അയാൾക്കൊരു ലക്ഷ്യബോധം വേണം. അയാൾ തൻ്റെ ജനത്തിന് ശ്രവിക്കുന്നയാളായിരിക്കണം, ജനത്തിനോട് സംവദിക്കുന്നയാളായിരിക്കണം, ജനങ്ങളോട് കാര്യങ്ങൾ തീരുമാനിക്കുകയും ജനങ്ങൾക്ക് എന്ത് കാര്യവും പറയാനും പറ്റുന്ന ഒരാളായിരിക്കണം ഒരു ഗുഡ് ലീഡർ.
അധികാരം ശുശ്രൂഷയാണെന്ന് ബോധ്യമുള്ളയാളായിരിക്കണം. അതായത് തനിക്ക് കിട്ടിയിരിക്കുന്ന ഈ അധികാരം തനിക്ക് ശുശ്രൂഷ ചെയ്യാനുള്ളതാണ്, അല്ലാതെ ജനങ്ങളെ ചൂഷണം ചെയ്യാനുള്ളതല്ല എന്ന ബോധ്യമുണ്ടായിരിക്കണം. അയാൾക്ക് റിയാലിറ്റിയിലായിരിക്കണം ജീവിക്കേണ്ടത്, യാഥാർത്ഥ്യ ബോധമുള്ളയാളായിരിക്കണം. തന്നെ തിരഞ്ഞെടുത്ത ജനങ്ങളോട് നന്ദിയുള്ളവനായിരിക്കണം, അവന് കൃതജ്ഞത ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി തൻ്റെ ജനത്തിലെ എല്ലാവരെയും ഒരു നേതാവ് അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ തൻ്റെ ജനങ്ങളോടും അതുപോലെ മറ്റു ജനങ്ങളോടും സഹാനുഭൂതിയുള്ള ആളായിരിക്കണം. മറ്റുള്ളവരെ കർമ്മനിരതരാക്കണം. അതായത് ഒരാളെ ഇങ്ങനെ അവർ അലസരായിരിക്കാതെ എല്ലാവർക്കും ഓരോ കൃത്യമായ പണികൾ കൊടുത്ത് അവരെ ആക്റ്റീവാക്കി നിർത്തേണ്ടതും ഒരു നേതാവിൻ്റെ കടമയാണ്. മറ്റു നേതാക്കളെ വളർത്തണം. ഓക്കെ, അയാൾ മാത്രം വളർന്നാൽ പോരാ, തൻ്റെ ജനത്തിനെ വളർത്തണം, ഒപ്പം മറ്റു നേതാക്കന്മാരെയും വളർത്തുന്നവനായിരിക്കണം ഒരു നല്ല നേതാവ്. ബുദ്ധിയും സാഹചര്യങ്ങളും നിർവചിക്കാൻ കഴിവുള്ളയാളായിരിക്കണം. നേതാവ് തൻ്റെ ജനത്തിനു വേണ്ടി ത്യാഗശീലമുള്ളയാളായിരിക്കണം. ജനങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യസമയത്ത് കൃത്യമായി തിരിച്ചറിയുന്നയാളായിരിക്കണം. നല്ല അവസരങ്ങൾ വന്നാൽ അത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ആളായിരിക്കണം. നന്മയ്ക്കായി മാറ്റങ്ങളെ സ്വാഗതം ചെയ്യുന്ന ആളായിരിക്കണം. ഇതൊക്കെയാണ് ഒരു ഗുഡ് ലീഡർക്ക് വേണ്ട ക്വാളിറ്റീസ്. അപ്പോൾ നിങ്ങളിൽ എല്ലാവരിലുമുള്ള ഈ നേതൃത്വ ഗുണത്തെ എല്ലാവർക്കും വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. നിങ്ങളിൽ എല്ലാവരുമുള്ള നേതാക്കളെ വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.